നേര്യമംഗലം കൃഷിഫാമിലെ ഗുണ്ടായിസം ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് നടത്തി. ദേശീയ പണിമുടക്ക് ദിവസം നേര്യമംഗലം ജില്ലാ കൃഷിഫാമിൽ ജോലിക്കെത്തിയ ബി.ജെ.പി. പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ച ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ഫാം അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാം ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. സജീവ് നിർവഹിച്ചു. പരിക്കേറ്റ പ്രവർത്തകർ പരാതി നൽകിയിട്ടും വകുപ്പുതല അന്വേഷണം നടത്താനോ കുറ്റക്കാരെ മാറ്റി നിർത്താനോ ഫാം അധികൃതർ തയ്യാറാകാത്തത് അക്രമികൾക്ക് ഭരണകൂടം നൽകുന്ന ഒത്താശയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നീതി ലഭിക്കും വരെ ബി.ജെ.പി. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നേര്യമംഗലം മേഖലാ പ്രസിഡന്റ് എം. സഞ്ജീവ് സ്വാഗതം ആശംസിച്ചു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം പി.ജി. ശശി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഒ.എൻ. ഗിരി, പി.കെ. രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മനോരമ രാമകൃഷ്ണൻ, പി.എ. പാപ്പു, പ്രമുഖ നേതാക്കളായ ബിനോയ് ബ്ലായിൽ, അനിൽകുമാർ, തങ്കച്ചൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ കൃഷിവകുപ്പിന്റെ ഉന്നത അധികാരികൾക്ക് പരാതി നൽകാനും ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. സൂപ്രണ്ട് ഏത് യൂണിയനാണെന്നറിയില്ല. എനിക്ക് അറിയുവാൻ കഴിഞ്ഞത് അവരൊരു ഇടതുപക്ഷ യൂണിയന്റെ വക്താവാണ്. ആ ഇടതുപക്ഷ യൂണിയന്റെ വക്താവ് ദേശീയ പണിമുടക്കിന്റെ അന്ന് ഇവിടെ ഒപ്പിട്ടുകൊണ്ട് ശീതളച്ചായിരിക്കുക. AC റൂമില് ഒപ്പിട്ടിട്ട് ഡയസ് ലോൺ അനുഭവിക്കാതിരിക്കുവാൻ വേണ്ടി, ശമ്പളം കട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവർ ശീതളച്ചായിരിക്കുക. അവരും അവരെ സംഘടികളും. ആ സമയത്തൊന്നും പഞ്ചിങ് മിഷന് കുഴപ്പമില്ല. സൂപ്രണ്ട് പഞ്ച് ചെയ്യാൻ വന്നപ്പോൾ അതിന് കുഴപ്പമില്ല. സംഘടികള്, കൊട്ടേഷൻകാര്, ഇടതുപക്ഷത്തിന്റെ കൊട്ടേഷൻകാര് ഇവിടുത്തെ തൊഴിലാളികൾ വന്നപ്പോൾ അവർക്ക് പഞ്ച് ചെയ്യുവാനും ഇവിടുത്തെ പഞ്ചിങ് മെഷീന് കുഴപ്പമില്ല. പരിശോധിക്കും, വിവരാവകാശം വെച്ച് പരിശോധിക്കും. ഇവിടുത്തെ സൂപ്രണ്ട് അന്ന് ഒപ്പുവെച്ചിട്ടുണ്ടോ ഇല്ലയോ? അവരുടെ ശിങ്കിടികള്, കൊട്ടേഷൻകാര് ഒപ്പുവെച്ചിട്ടുണ്ടോ ഇല്ലയോ? അത് പരിശോധിക്കണം. തൊഴിലവകാശം എന്ന് പറയുന്നത് നിഷേധിക്കുവാൻ കഴിയില്ല. നമ്മെ സംബന്ധിച്ച് അത് ഏത് മേഖലയായിക്കൊള്ളട്ടെ, തൊഴിലെടുക്കുവാൻ വരുന്നവർക്ക് തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം കൊടുക്കണം. മർദ്ദിച്ചവസരാക്കുകയല്ല. പഞ്ചിങ് മെഷീൻ കൈപ്പത്തിക്കൊണ്ട് INTUC-ക്കാര് കൈപ്പത്തിക്കൊണ്ട് അത് മൂടിയപ്പോഴ് മാർസിറ്റ് പാർട്ടി അരിവാളുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെ കൈക്ക് വെട്ടുവാൻ വന്നുവെങ്കിൽ നോക്കി നിൽക്കുവാൻ കഴിയില്ല. പാർട്ടിക്ക്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയ, രാജ്യത്ത് എന്നും മാത്രമല്ല ലോകത്തില് ഏറ്റവും വലിയ പാർട്ടിയും അതിന്റെ തൊഴിലാളി യൂണിയനുമുള്ള പാർട്ടിയ. ആ യൂണിയനും പാർട്ടിയും പറയുക, ഈ കേരളത്തില് ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ യൂണിയൻകാരും ഇവിടുത്തെ കോൺഗ്രസുകാരും വിചാരിച്ചാൽ ഇവിടുത്തെ സമര പോരാട്ടങ്ങൾക്ക് ബി.ജെ.പി. നടത്തുന്ന സമര പോരാട്ടം നിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ അത് തെറ്റിയെന്നാ പറയുവാൻ കഴിയുള്ളൂ. അത് തെറ്റി. കാരണം മറ്റൊന്നുമല്ല, ഈ രാജ്യം ഭരിക്കുമ്പോൾ പല വെല്ലുവിളികളും ഏറ്റെടുത്ത് വന്നവരാ. രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളില് അത് UP-യിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും നിങ്ങൾ പണ്ടുഭരിച്ച ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും ആ നാടുകളിലൊക്കെ അതിന്റെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ പുതിയ സൂര്യൻ ഉദിച്ചു. ആ സൂര്യൻ ഉദിച്ചത് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട്, BMS-ന് അനുകൂലമായിട്ട്, സംഘപ്രവർത്തകർക്ക് അനുകൂലമായിട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ അത് മറയ്ക്കുവാൻ നിങ്ങൾ പഞ്ചിങ് മെഷീൻ മറച്ചതുപോലെയുള്ള കൈകൾക്ക് കഴിയുകയില്ല. നിങ്ങളെ ഹാമറിന് കഴിയില്ല. നിങ്ങളെ സംബന്ധിച്ച് ആ കൊട്ടേഷൻ സംഘത്തിന് കഴിയില്ല. അതാണ് ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയുകയില്ല. സമര പോരാട്ടങ്ങളുടെ വേലിയേറ്റം ഇന്നലെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എവിടെയാണ്? ഒരു 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകർത്താവായിരുന്നു, അതിന്റെ പ്രധാന വ്യക്തിയുമായിരുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ രാജ്യത്തെ യുവമോർച്ച പ്രവർത്തകര് ഈ മണ്ഡലത്തിൽ
സമരമുണ്ടായിരുന്നു. ആ യുവമോർച്ച പ്രവർത്തകര് മാർച്ച് ചെയ്ത അതിന്റെ ആവേശം അലതൊള്ളുന്ന ഈ നാട്ടില് നമുക്ക് കാണുവാൻ കഴിയും. ഈ കവളങ്ങാട് മണ്ഡലത്തിലും കവളങ്ങാട് പഞ്ചായത്തിലുമൊക്കെ അത്തരത്തില് ആവേശത്തിൽ നിൽക്കുന്ന യുവമോർച്ച BJP പ്രവർത്തകരുണ്ട്. അതുകൊണ്ടൊന്ന് പറയാം, കേവലം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതുവരെ ഒരു കാവലായി നിൽക്കുന്ന സൂപ്രണ്ടിനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കേവലം ഇലക്ഷൻ പ്രഖ്യാപിക്കുവാൻ ഏതാണ്ട് 15-ാം തീയതിക്കകം, മാർച്ച് 15-ാം തീയതിക്കകം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇലക്ഷൻ പ്രഖ്യാപിക്കും. അത് കഴിയുമ്പോൾ ഈ പറയുന്ന വ്യക്തി സൂപ്രണ്ടാണോ അത് വേറെ ഏതെങ്കിലും പോസ്റ്റിലാണോ വീട്ടിലാണോ എനിക്കൊന്ന് കാണേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. രാജിവെച്ച് പുറത്തു പോകണം. ഇല്ലാതെ ഇവിടുത്തെ നേതാക്കൾ വന്നപ്പോൾ മുതലക്കണ്ണിയിൽ നടക്കുന്ന ഒരു നിലപാടിന് ആവശ്യം, ആ നിലപാടിന് പാർട്ടിക്ക് ആവശ്യം നടപടിയെടുക്കുവാൻ കഴിയണം. ഈ പറയുന്ന നിലപാട് മാർക്സിസ്റ്റ്, CIQ, INTUC, AITUC ഗുണ്ടകൾക്കെതിരെ നിലപാടെടുക്കുവാൻ അല്ലയോ സൂപ്രണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ ഫാമിലേക്ക് സമരത്തിന്റെ വേലിയേറ്റം ഇനിയും ഉണ്ടാകും. ആ സമരത്തിന്റെ വേലിയേറ്റം ഇവിടെ ഉണ്ടാകുമ്പോൾ അത് തടുക്കുവാൻ, അത് തടയുവാൻ അന്ന് 2 പോലീസായിരുന്നുവെങ്കിലോ ഇന്ന് 16 പോലീസാ. 16 ദിവസമായി 16 പോലീസാ. പോലീസുകാരുടെ കാര്യം പറയാതിരിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം അല്ലയോ പോലീസ് ഏമാന്മാരെ പേരറിയാം. കാവൽ നിന്ന CIQ ഗുണ്ടകൾക്ക് കാവൽ നിന്ന 2 പോലീസ് ഏമാന്മാരുടെ പേരറിയാം. ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇന്നലെ കണ്ട കാര്യം ഒന്ന് വായിച്ചാൽ DYFI ഗുണ്ടകള് താഴേക്ക് തട്ടുന്ന ആ പോലീസ് ഏമാന്മാരെ കണ്ടു. അവർ കുട്ടി പറയുന്ന ആ നല്ല വർത്തമാനം കേട്ടു. അതുകൊണ്ട് ആ വർത്തമാനം കേൾക്കുവാൻ, അവരെ ആട്ടിക്കൊള്ളുവാൻ, അവരെ തെറി കേൾക്കുവാൻ വിധിക്കപ്പെട്ടവരാണോ നിങ്ങളെന്നാൽ ചോദിക്കാനുള്ളത്? അതാണോ DYFIക്കാര് മുക്കിനടിക്കുമ്പോൾ നിങ്ങൾക്ക് മുട്ടുപറയ്ക്കുക? ഇവിടുത്തെ CIQ-ക്കാർക്കും കാണുന്നില്ലേ? വച്ചുകൊടുത്തില്ലേ? നിങ്ങള് തൊഴിലെടുക്കാൻ വന്ന തൊഴിലാളികളെ നിങ്ങൾ വച്ചുകൊടുത്തില്ലേ? എന്ത് നിലപാടെടുത്തു ഏമാന്മാരെ? 2 ഏമാന്മാരുണ്ടായിരുന്നു. എനിക്കറിയുവാൻ കഴിഞ്ഞത് ഒരു SI ആണോ ASI ആണോ എന്നറിയില്ല. പേര് അനിൽകുമാറാണോ അത് വേറെ എന്താണോ എന്നറിയില്ല. ഇവിടെ വെച്ച കണ്ണാടയുള്ളതാണോ അല്ലാത്തതാണോ എന്നറിയില്ല. തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നിലപാട് നിങ്ങൾ എടുത്തില്ല എങ്കിൽ, ഈ അക്രമത്തിന് നിലപാടെടുത്തില്ല എങ്കിൽ ഇവിടെ കാവലായി നിന്ന പോലീസ് ഏമാന്മാരും മറുപടി പറയേണ്ടി വരും. അതാവശ്യം, മറുപടി പറയേണ്ടി വരും. ഞങ്ങൾ നിയമപരമായിട്ട് സമര പോരാട്ടത്തില്ല. അല്ലാതെ ഇന്നലെ DYFIക്കാര് ഒന്നുകൂടി സോഷ്യൽ മീഡിയയില്, ഫേസ്ബുക്കില്, നിങ്ങളുടെ ഗ്രൂപ്പില് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങളോട് പറയുന്ന പേരുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ആ പേരുകൾ, നിങ്ങളോട് പറയുന്ന പേരുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. DYFIക്കാര് ആട്ടും തുപ്പും കൊള്ളുവാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ ഈ കാക്കിക്കുപ്പായത്തിൽ നിൽക്കുന്നവർ? അല്ല, നട്ടല് നിവർത്തി നിൽക്കുവാൻ കഴിയണം. അതാണ് ആവശ്യം. നട്ടല് നിവർത്തി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട്, ശമ്പളം, ആനുകൂല്യം അത് പറ്റുന്നവരാണ് നിങ്ങൾ. ആ ആനുകൂല്യങ്ങൾ പറ്റുമ്പോഴോ പിണറായി വിജയന് ഓശാന പാടുവാനല്ല, CIQ-ന് ഓശാന പാടുവാനല്ല. ഏതെല്ലാം കോടതിയിലാണ്, എവിടേക്കാണ് പോകേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് സൂപ്രണ്ട് നടപടിയെടുക്കേണ്ടി വരും. അതാണ് ആവശ്യം. അത്തരത്തില് അക്രമം നടത്തിയവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ സൂപ്രണ്ട് തയ്യാറാകണം. ഇല്ല എങ്കിലോ സൂപ്രണ്ടിനെ ഇന്നിവിടെ ആയിരിക്കാം, നാളെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സൂപ്രണ്ട് മറുപടി പറയേണ്ടി വരും. സൂപ്രണ്ട് മറുപടി പറയേണ്ടി വരും. അത്തരത്തില് മുന്നോട്ട് പോകുന്ന ഈ സമര പരിപാടികളില് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ സമര പോരാട്ടം തീച്ചൂളയിൽ നിന്ന് തീച്ചൂളയിലേക്ക് വരാതിരിക്കുവാൻ പാർട്ടിയുടെ ശക്തമായ സമരം നടപ്പിലാക്കുവാൻ കഴിയും. അതിവിടെയൊന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങാളം ഇങ്ങാളം സമര പോരാട്ടത്തില്
എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏത് രീതി വേണം എന്ന് ഞങ്ങൾക്കറിയാം. ഇത് സഹന സമരത്തിന്റെ ഒരു വഴിയായിട്ട് ഇപ്പോൾ ഞങ്ങൾ കാണിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ സമരമാണ് ഇഷ്ടം. പക്ഷേ ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങളോട് സഹകരിക്കണം, നിയമപാലകര് സഹകരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ സൂപ്രണ്ട് സഹകരിച്ചില്ല എങ്കിൽ ആ സമരത്തിന്റെ സ്വഭാവം മാറും. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമര പോരാളികളായിട്ടുള്ള ജിന്നാസിനും പ്രസാദിനും എല്ലാവിധ സമര പോരാട്ടത്തിന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.